ഹലോ ഗായ്സ്, അബിജർ വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബി. ഗായ്സ് ഓക്കെയാണ്, കുഴപ്പമില്ല. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും സ്പോട്ടിലോട്ട് ഇറങ്ങി. കരമനയുള്ള ഓട്ടോ ലൈറ്റിലാണ്, നമ്മൾ ഒരു ചാണ്ട വർക്ക്ഷോപ്പിലാണ് നമ്മളെ കാറൊന്ന് ജസ്റ്റ് സെറ്റാക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണമായിരുന്നു. കമ്പനി സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് ഇരുന്നത്, പക്ഷേ ഒരു വകയ്ക്ക് ഉള്ളൂല, എല്ലാം പോയി. ഓരോ സ്പീക്കറും കാര്യങ്ങളെല്ലാം പോയി. കാരണം മൊത്തത്തിൽ ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ചെറുക്കനെ ഞാൻ കഴിഞ്ഞ ആഴ്ച കൊണ്ടിട്ട്, നടുവേദനയ്ക്ക് മുമ്പേ ഞാൻ കൊണ്ടിവിടെ ഇട്ട്, അപ്പോൾ അതാ കൊണ്ട് എല്ലാം ഒരു പിരുത്തൊക്കെ ഇട്ടേക്കാണ് സംഭവം. ഇതൊക്കെ ഡാമ്പിങ് ഉണ്ട്, ഡാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാ ഇവിടെ ഒരുവിധം എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഡാമ്പിങ് ഒക്കെ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നമ്മളെ പഴയ സാധനങ്ങളെല്ലാം ഇതൊക്കെയാണ് നമ്മൾ ഇരുന്ന പഴയ സ്പീക്കറായിട്ട്. ഇതൊക്കെ ഒരു പരുവായി സംഭവം. കമ്പനി സ്പീക്കറാണ്, അവന്മാർ ഹോളൊക്കെ അടിച്ച് വൃത്തികേടാക്കി. കമ്പനിയിൽ നിന്ന് സെറ്റ് ചെയ്തതാണ്, ഹോളൊക്കെ അടിച്ച് വൃത്തികേടാക്കി എല്ലാം ഇതാക്കി. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഇരുന്നിട്ട് JBLൻ്റെ ഇതാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് ഇനി അത് മാറ്റിയിട്ട് സ്റ്റെപ്പിനിയിൽ സെറ്റ് ചെയ്ത് വെക്കാനുള്ള സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. അപ്പം പഴയ സ്പീക്കറും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ ഹെഡ്ലൈറ്റ് കൂടെ ചിലപ്പോൾ ഞാൻ മാറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് വേറെ ലൈറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ ഈ കവറെടുത്ത് ഇട്ടിട്ട് നമ്മളെ ഇവിടുത്തെ കാർത്തികണ്ണ ഷോപ്പിലാണുള്ളത്. കാർത്തികണ്ണ നല്ല ബെസ്റ്റ് ബോഡി സിസ്റ്റവും ലൈറ്റും കാര്യങ്ങളും പക്കയായിട്ട് ചേട്ടൻ ചെയ്യും. അപ്പോൾ അതാ ഇവിടെ നമ്മളെ ഇത് ഡാമ്പിങ് അല്ല കേട്ടോ, ഡാമ്പിങ് ചെയ്യണത് മറ്റേ ഓറയുടെ ഷീറ്റിലാണ് ഇവിടെ ചെയ്യണത്. എത്ര നേരം എടുക്കട്ടെ ഇത് ചെയ്യാനൊക്കെ ആണെങ്കിൽ? ഒരു ഡോർ ഒട്ടിക്കാനോ? ഒരു ഡോർ ഒട്ടിക്ക് 1 മണിക്കൂറാണോ? അല്ലയോ, ഇവിടെ എത്ര നമ്മൾ ഓറയുടെ 3/4 മണിക്കൂർ 1 മണിക്കൂർ ആകുമല്ലേ? എല്ലാം വയറിങ് ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ വയറി പിരുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ വീണ്ടും റീബിൽഡ് ചെയ്യണം. എന്തെന്നൊക്കെയാണെന്ന് വെച്ചാൽ ഫുള്ള് JBLാണ് സെറ്റ് ചെയ്യണത്. വീണ്ടും എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് സെറ്റ് ചെയ്യണത്. JBL ഇത് ഇപ്പോൾ ഇരിക്കണതെന്ന് പറഞ്ഞാൽ ഊഫർ നമ്മുടെ ഇതാണ് നോർമൽ പെട്ടിക്കകത്ത് വരുമ്പോഴത്തെ ഇൻബിൽഡ് ആംപ്ലിഫയർ എല്ലാം കൂടെ വരുന്നതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റെപ്പിനിക്കകത്ത് JBLും വന്നിട്ട് ബാക്കി സ്പീക്കറും കാര്യങ്ങളും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തത്. അപ്പോൾ അത് ഞാൻ അടുത്ത വ്ളോഗിൽ ഇത് പ്രവർത്തിച്ച് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ഒന്ന് വണ്ടി പ്ലേ ഒക്കെ ചെയ്ത് പാട്ടൊക്കെ ഇട്ട് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം വണ്ടി വർക്ക് നടക്കണമല്ലോ സംഭവം. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ നടുവേദനയായിട്ട് കിടപ്പിലായി. അപ്പോൾ ഇറങ്ങിയിട്ട് ഞാൻ ഇവിടെ ഒന്ന് നോക്കിയാൽ പിന്നെ ഈ ചാനലും കുറച്ച് ദിവസത്തെ ഇവിടെ ലേബർ വർക്ക് ചെയ്യണ ഒരാളും കൂടെ കുറവാണ്. അപ്പം ഈ ഒരാഴ്ചയും കൂടെ എനിക്ക് വണ്ടി പണിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടാ പയ്യെ ചെയ്താൽ മതി, എന്തായാലും നീറ്റായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ നീറ്റായിട്ട് ചെയ്യാനുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ ഇതാണ് ചേട്ടൻ്റെ ഷോപ്പ് ഉണ്ടല്ലോ. ഇതെല്ലാം വർക്കിന് വന്നതാണ്, സൗണ്ടിനും ലൈറ്റിനും ഒക്കെ. അപ്പം ഞാൻ ഈ ഒരു ലൈറ്റ് ചേട്ടൻ എനിക്ക് ഒരെണ്ണം തന്നു. ഇത് ഒരെണ്ണം സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ബാക്കിയൊക്കെ അതിൻ്റേതായ രീതിയിൽ നടക്കണമുണ്ട്. ഗായ്സ് അപ്പം വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓഡിയോ സിസ്റ്റവും ഈ മിറർ ഫോൾഡിങ്ങും ആണ് ചെയ്യണത്. ഇതിപ്പോൾ കമ്പനി ബേസ് മോഡലാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഈ ഗ്ലാസ് ഞാൻ ഇപ്പോൾ മാറ്റണമെങ്കിൽ ഇത് ഞാൻ വണ്ടിക്കകത്തിരുന്ന മറ്റേ ഗ്ലാസ് തുറന്നിട്ട് ഇതിനെ മറ്റേ ഫോൾഡ് ചെയ്യണം, ഇങ്ങനെ മടക്കി ഫോൾഡ് ചെയ്യണം. അപ്പോൾ അത് മാറ്റിയിട്ട് സ്വിച്ച് വെച്ചിട്ട് നമ്മൾ മറ്റേ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിലങ്ങനെ ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇനി കുറച്ച് പൈസ സേവ് ചെയ്തിട്ട് കുറച്ച് മാറ്റണം. എനിക്ക് ഇതിനകത്ത് മറ്റേ മീറ്റർ ബേസ് മോഡൽ മീറ്ററാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഇതിൻ്റെ സെക്കൻഡ് ഓപ്ഷനിൽ പറഞ്ഞാൽ RPM കൂടെ ഉള്ള മീറ്റർ വയ്ക്കണമെന്നുണ്ട്. പിന്നെ സ്റ്റിയറിങ് മാറ്റി മറ്റേ നമ്മളെ കൺട്രോൾ സ്വിച്ച് എല്ലാം ഇപ്പോഴൊന്നും ഇല്ല, പയ്യെ പിന്നെ അത് വേണ്ടി ജസ്റ്റ് ഒരു കൂളിങ് ഒക്കെ ഒട്ടിക്കണം. എല്ലാം പയ്യെ ചെയ്യണമല്ലോ. ഇപ്പോൾ എടുത്തിയാടിയിട്ടൊന്നും ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ സേവിങ്സിലും കുറച്ച് ഇവിടുത്തെ എനിക്ക് പറ്റിയ ആ ഒരു ഫണ്ടിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ ഓഡിയോ സിസ്റ്റവും ഫോൾഡിങ് മിററും ചെയ്യണത്. അപ്പോൾ ഇനി കുറച്ച് പണികളൊക്കെ ഇനി ഉണ്ട്. നീറ്റ് വർക്കാണ്. അപ്പം ഞാൻ ഇത് ഇപ്പം പൊളിച്ചിട്ട ഭാഗം നിങ്ങൾ കാണാൻ നീറ്റ് വർക്കാണോ എന്നാണ്. കൈൻഡിൻ്റെ ഔട്ട് ഞാൻ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണെന്ന്. പുള്ളിക്കാരൻ നല്ല വർക്കാണ്. അത്രേ ഉള്ളൂ. മൊത്തം പിരിത്തിട്ടേക്കാണ് വണ്ടി ഫുള്ള് പിരിത്തിട്ടേക്കാണ്. അങ്ങനെ നമ്മുടെ ഞാനിപ്പോൾ ഉള്ളത് ഞാൻ പറഞ്ഞില്ല, അന്ന് മറ്റേ കാറ് ഷോപ്പിൽ നമ്മളെ കാറിന്ന് എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. നമ്മളെ കാറിൽ ഇന്ന് എല്ലാം പക്കയായിട്ട് സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്.
വണ്ടി എടുക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുകയാണ്. എൻ്റെ വണ്ടിയുടെ ലുക്കേ അങ്ങ് മാറി. ഞാൻ ഇതിൻ്റെ ഒരു ഔട്ട് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് വണ്ടി എല്ലാം കൂടെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എന്തൊക്കെ മാറി എന്നുള്ളത് ഒരു വീഡിയോ ഞാൻ വണ്ടിക്ക് വേണ്ടി ഞാൻ ഒരു വീഡിയോ സെറ്റ് ചെയ്തു തരാം. ഓക്കെ, അത് നമ്മൾ ചെറുക്കം കിടക്കുകയാണ്. അപ്പോൾ ഗായ്സ് ഞാനിപ്പോൾ വണ്ടി കൊണ്ട് പോവുകയാണ്. നമ്മളെ ചേട്ടനെ ഒന്ന് കണ്ടിട്ട് ചേട്ടൻ ഫുഡ് മേടിക്കാനത് പുറത്തോട്ട് പോയി. അപ്പം വന്നിട്ട് ഞാനും വണ്ടി എടുത്തുകൊണ്ട് ഞാനും അങ്ങ് പോകും. വണ്ടി വർക്കിൻ്റെ കാര്യത്തിൽ നീറ്റ് സൗണ്ട് സിസ്റ്റം ഒരു രക്ഷയില്ലാത്ത ഗായ്സ്. ഫുള്ള് ഗ്യാബിലാണ് അപ്ഗ്രേഡ് ചെയ്തത്. വേറെ റേഞ്ച് ഒരു രക്ഷയില്ല. അതിനകത്തിരുന്ന് കേൾക്കണം. സെറ്റ് ചെറുക്കൻ അവിടെ കിടപ്പുണ്ട്. ഗായ്സ് ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തിയാണ്. അപ്പോൾ ഞാൻ വണ്ടി കൊണ്ട് വീട്ടിലോട്ട് പോവുകയും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.